ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇതുപോലെ ഓരോ പൂക്കൂടകളുമായി ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് 1-2 ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂക്കുന്ന 2 റോസ് വെറൈറ്റികളെ കുറിച്ചാണ്. ഒരുപാട് റോസ് വെറൈറ്റികളുണ്ട്, അല്ലെങ്കിൽ എല്ലാ വെറൈറ്റികളും തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂക്കാറുണ്ട്. പക്ഷേ ഒരുവിധം ചെറിയൊരു കെയറിങ്ങിൽ എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ തരുന്ന 2 വെറൈറ്റികളാണ്. ഒന്ന് ഈ പീച്ച് റോസും, 2 ഈ ഹെൽനായി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ യെല്ലോ അഹല്യ എന്ന് വിളിക്കുന്ന ഈ ഒരു റോസ് വെറൈറ്റി. ഇത് രണ്ടും വളർത്തുന്ന ആൾ എന്ന നിലയിൽ എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കുലപ്പൂവിന് ശേഷവും ഇതിനെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ബ്രാഞ്ചസ് വരികയും അടുത്ത കുലമൊട്ട് അതിൽ നിന്നും എത്രയും വേഗം വരികയും ചെയ്യും. ഈ പീച്ച് റോസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചെടിയിൽ അല്ലെങ്കിൽ ഇലകളിലൊക്കെ പെസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ടാകും. മൊട്ടുകൾ കണ്ടാലും നമുക്ക് അങ്ങനെ തോന്നും, പക്ഷേ അത് വിരിഞ്ഞു വരുമ്പോൾ നന്നായിട്ട് തന്നെ വിരിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സവിശേഷത കൂടി നമ്മുടെ പീച്ച് റോസിനുണ്ട്. ഇതെല്ലാം ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെടികളിൽ ഉണ്ടായിട്ടുള്ള പൂക്കളാണ്. ഇത് നമ്മുടെ നാട്ടിൽ ധാരാളം പൂക്കുമെന്ന് ഞാൻ ഇതുകൊണ്ടാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഈ 2 റോസ് വെറൈറ്റികളുടെയും പ്ലാന്റ് സൈസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പൂക്കൾ വേണം, അതല്ലെങ്കിൽ ഒരു വിഷമവും കൂടാതെ കട്ട് ചെയ്യുമ്പോഴെല്ലാം തന്നെ പടർന്നു വളരുന്ന ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കളർ വരുന്നത് യെല്ലോയും ഓഫ് വൈറ്റും കൂടി ചേർന്നിട്ടാണ്, ബഞ്ചസ് ആയിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകാറുള്ളത്. അതുപോലെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള പീച്ച് റോസിൻ്റെയും സൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ കുറേ പേരുടെ സംശയമാണ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പിടിക്കുന്ന റോസുകൾ. ഇത് 2 മാത്രമല്ല, ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാ വെറൈറ്റീസും പൂക്കൾ ഉണ്ടാകുന്നതാണ്. ചിലത് ഗ്രോത്ത് താമസിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ എടുത്ത് പറയാനായിട്ട് ഇത്രയും നന്നായിട്ട് പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഈ 2 റോസ് വെറൈറ്റി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പെസ്റ്റ് അറ്റാക്ക് എല്ലാ റോസ് പ്ലാന്റ്സിനും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഴ്ചയിൽ ഒരു 5 ദിവസം കൂടുമ്പോഴെങ്കിലും, ആഴ്ചയിൽ 1 എന്നുള്ളത് ഇപ്പോൾ ഞാൻ മാറ്റി പറയുകയാണ്. കാരണം 5 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ മാറി റോസിന് കൊടുത്തുകൊണ്ടിരിക്കുക തന്നെ വേണം. നമ്മൾ മാത്രമല്ല, അനുകൂല കാലാവസ്ഥയിൽ വളർത്തിയെടുക്കുന്ന റോസ് പ്ലാന്റ്സിനും നമ്മുടെ ഈ സപ്ലൈസ് എല്ലാം തന്നെ നന്നായിട്ട് പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും എല്ലാവിധമായിട്ടുള്ള മരുന്നുകളും കൊടുത്ത് തന്നെയാണ് അവർ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ആരോഗ്യത്തോടു കൂടി ഈ പ്ലാന്റ്സെല്ലാം നമുക്കിവിടെ കിട്ടുന്നതും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.